നമുക്കിന്ന് ഒരു ആസ്തെറ്റിക് ഹാൻഡ് വാഷ് ബോട്ടിൽ ഉണ്ടാക്കിയാലോ? ഈസിയാണ്. മുകളിലത്തെ ക്യാപ്പിൻ്റെ ഭാഗം അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് സ്പോഞ്ച് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തതാണിത്. ഉള്ളിൽ വെച്ചിരിക്കുന്ന ബോട്ടിലിൻ്റെ ക്യാപ്പിന് പകരം നമ്മൾ ഹാൻഡ് വാഷിനുള്ള പമ്പ് ഇതിൻ്റെ അകത്ത് ഫിറ്റ് ആകണം. അങ്ങനത്തെ ഒരു ബോട്ടിൽ വേണം നമ്മൾ ഇൻസൈഡ് വെച്ചിട്ട് ഇതുണ്ടാക്കാൻ. റെസിൻ പിഗ്മെൻറ്റ്സ് വേണം ഈ ക്രിസ്റ്റലിന് മൊത്തം കൊടുക്കാൻ. മുകളിലത്തെ ക്രിസ്റ്റലിന് മാത്രം റെസിൻ മാത്രമേ ഒഴിച്ചുള്ളൂ. ബാക്കി നമുക്ക് ഇഷ്ടമുള്ള റെസിൻ പിഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മേക്കപ്പിൻ്റെ മൈക്ക പൗഡറില്ലേ, അതും വേണം ഇതിന് യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഈ യെല്ലോ കളറിലെ റിങ് റിമൂവ് ചെയ്യണം. വർക്ക് ചെയ്യുമ്പം ബോട്ടിൽ മറിഞ്ഞു പോകാതിരിക്കാനാണ് അതിൻ്റെ അകത്ത് വെള്ളം ഫില്ല് ചെയ്ത് വെച്ചിരുന്നത്. വൈറ്റ് കളറാണ് മുകളിലത്തെ പമ്പിന് ഇഷ്ടമെങ്കിൽ അത് കൊടുത്താൽ മതി, സിൽവർ കൊടുക്കണമെന്നില്ല. ഇത് അക്രിലിക് പെയിൻറ്റ് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം, സ്പ്രേ പെയിൻറ്റ് ചെയ്യാം. പക്ഷേ അത് സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ടത് MDF ബോർഡ് കട്ടിയുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ള ഒരു തടിയുടെ ഇതാണേലും എടുക്കുക. എന്നിട്ട് അതിൽ ഫുള്ള് സെലോ ടേപ്പ് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യണം. റെസിൻ അതിൽ സ്റ്റിക്കായി അത് റിമൂവ് ചെയ്യാൻ വരാതിരിക്കാനാണ്. ഈ ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് ഇത് നടുക്ക് ഭാഗത്ത് വെക്കുക. അതിനുശേഷം റൗണ്ട് ആകൃതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഗ്ലാസ് ഷീറ്റ് എന്ന് പറയും, അതിന് ചുറ്റും ഈ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത ഭാഗത്ത് കൂടെ ഡബിൾ ടേപ്പ് സ്റ്റിക്ക് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കണം. ഗ്ലാസ് ഷീറ്റാണ് സ്റ്റിക്ക് ചെയ്ത് വെക്കേണ്ടത്. അതിൻ്റെ മുകളിൽ കൂടി ഗ്ലൂ ഗൺ വെച്ചിട്ട് നന്നായിട്ട് സീൽ ചെയ്യണം. ഇഷ്ടമുള്ള കളറിൽ റെസിൻ മിക്സ് ചെയ്തിട്ട് ക്രിസ്റ്റലുകൾ ഓരോ ലെയറായിട്ട് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യണം. റെസിൻ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി വെള്ളം പോലെ ഒഴുകുന്ന പോലെ ക്രിസ്റ്റലിൽ റെസിൻ അപ്ലൈ ചെയ്യരുത്. ഒരു ചെറുതായിട്ട് കുഴഞ്ഞിരിക്കുന്ന ഭാഗത്തിൽ മാത്രമേ റെസിൻ അപ്ലൈ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ അത് മൊത്തം ഇങ്ങനെ ഒലിച്ചിറങ്ങി ഭയങ്കര വൃത്തികേടായിട്ടിരിക്കും. ഈ പ്രോസസ്സ് നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ നല്ലതായിട്ട് ഗ്ലൂ ഗൺ സ്റ്റിക്ക് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് നല്ല ഭംഗിയിൽ ബോട്ടിലായിട്ട് കിട്ടില്ല. റെസിൻ നമ്മൾ എടുക്കുന്ന ബോട്ടിലിൻ്റെ അനുസരിച്ചാണ് എടുക്കുന്നത്. ഇപ്പം 30 ഗ്രാം റെസിൻ എടുത്താൽ 15 ഗ്രാം ഹാർഡനർ എടുക്കണം. അത് മാത്രം 2:1 റേഷ്യോ ആയിരിക്കണമെന്നേ ഉള്ളൂ. ബാക്കി കളറുകളും നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, പിന്നെ ബോട്ടിൽ ഇഷ്ടമുള്ളത് എടുക്കാം. പക്ഷേ പമ്പ് ഉള്ള ബോട്ടിലിൻ്റെ ഇത് വേണം ഇതിൻ്റെ അകത്ത് നമ്മൾ ഉണ്ടാക്കുമ്പം വെക്കാൻ. ക്രിസ്റ്റൽ വെളിയിൽ ഇടിയല്ലേ അതിൻ്റെ അകത്ത് വെക്കാൻ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ആസ്തെറ്റിക് ആയിട്ടുള്ള ഒരു അടിപൊളി ബോട്ടിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും പേരൻസിൻ്റെ സഹായം തേടുക, തന്നെ ചെയ്യരുത്. പിന്നെ ഇത് ഓൺലൈനിൽ റെസിൻ്റെ ട്രയൽ പാക്കുകൾ കിട്ടും. ആമസോണിലും കിട്ടും, ഫ്ലിപ്കാർട്ടിലും കിട്ടും. പിന്നെ ഗ്ലൗസ് മസ്റ്റായിട്ട് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ അലർജി വരും. പിന്നെ റെസ്പിറേറ്ററി മാസ്ക് എന്ന് പറഞ്ഞത് ഉപയോഗിക്കണം. അതും നമുക്ക് ഓൺലൈനിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളിലും ലഭ്യമാണ്. ഈ ഹാഷായിട്ട് ഇൻഡസ്ട്രിയൽ സെക്കിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി അങ്ങനത്തെ റെസ്പിറേറ്ററി മാസ്കുകൾ ഈസി ആയിട്ട് ലഭ്യമാണ്. ഇങ്ങനത്തെ ക്രാഫ്റ്റുകൾ കാണാൻ ഞങ്ങളുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുവരെയുള്ള ഗീവ് അവേകൾ ഞങ്ങൾ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഗീവ് അവേ തരുമെന്ന് പറഞ്ഞിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണേ.